ഹലോ എവ്രി വൺ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ഇംഗ്ലീഷിൽ കിടിലനായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. യെസ്, മറ്റൊന്നുമല്ല, വൊക്കാബുലറിയിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, എസ്പെഷ്യലി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള SSC എക്സാംസ് അല്ലേ, SSC എക്സാംസ് അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷുള്ള ബാങ്ക് എക്സാംസിനൊക്കെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം വൊക്കാബുലറിയിൽ നിന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങനെ രസകരമായിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ അതിന്റെ മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ബാച്ചസ് ഒക്കെ ജസ്റ്റ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇതാ നമ്മുടെ ALP ബാച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ CGL ബാച്ച് വരുന്നുണ്ട് അല്ലേ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന CGL ബാച്ച് വരുന്നുണ്ട് ഈ മാസം 27-ാം തീയതി, അതായത് മെയ് 27-നാണ് നമ്മുടെ CGL ബാച്ച് ആരംഭിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ സീറ്റ്സ് ഉറപ്പിക്കുക. പിന്നെ നമ്മുടെ ഒരു RPF ബാച്ചും കേട്ടോ, RPF റെയിൽവേയിൽ പോലീസ് ആവാനുള്ള ഒരു ബാച്ച് ആണല്ലേ. യെസ്, അങ്ങനെയും ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. ഈ മാസം 15-ാം തീയതിയാണ് RPFന്റെ ബാച്ച് തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ എന്ത് ചെയ്യുക, ഉടനടി നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. സെറ്റ്. അപ്പോൾ ഷെയറാക്കുക. യെസ്, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതും തുടർന്നും ചോദിക്കുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സെറ്റാണേ. അപ്പൊ കാണാപ്പാഠം പഠിച്ച് കഷ്ടപ്പെടേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങളുമായിട്ട് കേട്ടോ. ശരി, അപ്പൊ ആദ്യത്തെ വേർഡ് എന്താ? എ പേഴ്സൺ ഹു ഹെൽപ്സ് അനദർ കമ്മിറ്റ് എ ക്രൈം. അതായത് കൂട്ടാളി എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ക്രൈം ചെയ്യുന്നതിൽ ഏർപ്പെടുമ്പോൾ അയാളെ സഹായിക്കാൻ ഒരാളുണ്ടാവും. ആ ചെയ്യുന്ന ആളെ സഹായിക്കുന്ന ആള്, അയാൾ എന്താണ് വിളിക്കുക? നമ്മൾ മലയാളത്തിൽ കൂട്ടാളി എന്നൊക്കെ പറയാം, പക്ഷേ എന്ത് വിളിക്കണം ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്നത് അക്കംപ്ലിസ് എന്നുള്ളതാണ് അയാളുടെ വേർഡ്. എന്താണ് അക്കംപ്ലിസ്? അതെങ്ങനെ പഠിച്ചു വെക്കാന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ കമ്പനി എന്ന് കാണുന്നില്ല നമ്മൾ പറയാറില്ലേ കമ്പനിക്കാരൻ എന്നൊക്കെ നമ്മൾ കൊലോക്കിയലി പറയാറുണ്ട് അല്ലേ, നമ്മുടെ സ്ലാങ്ങിലൊക്കെ പറയാറുണ്ട്. പലപ്പോഴും എൻ്റെ കമ്പനിക്കാരനാണ്, എൻ്റെ ഫ്രണ്ടാണ് അവൻ എന്നൊക്കെ പറയുന്ന ലെവലിൽ പറയാറുണ്ട്. ആ ഒരു ലെവലിൽ ഓർത്ത് വെച്ചാൽ മതി, കാര്യം എളുപ്പമായില്ലേ. അപ്പൊ ക്രൈം ചെയ്യുന്നതിലെ കമ്പനിക്കാരൻ, അതാണ് ആര്? അക്കംപ്ലിസ്. അപ്പൊ ഈ ഒരു സിനിമയിലെ ഈ ഒരു ക്യാരക്ടറെ ഓർത്ത് നോക്കിക്കേ, അതാരാ? നമ്മൾ ആവേശം എന്ന് പറഞ്ഞ സിനിമയിലെ അമ്പാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാ. ഫഹദ് ഫാസിലിന്റെ രംഗൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് ആരുടെ പരിപാടി? നമ്മുടെ അമ്പാന്റെ പരിപാടി അല്ലേ, ക്രൈം ചെയ്യുന്നതിൽ, കുറ്റം ചെയ്യുന്നതിൽ, എസ്പെഷ്യലി ഗുണ്ടായിസവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഓർത്ത് വെക്കുക. അങ്ങനെയും പഠിക്കാം നമുക്ക്. പിന്നെ കമ്പനിക്കാരൻ, എന്തിന് കമ്പനി തരുന്ന ആള്? യെസ്, ക്രൈം ചെയ്യുന്നതിൽ കമ്പനി തരുന്ന ആള്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ ഒരു വേർഡ് സെറ്റ് അക്കംപ്ലിസ് ആണ്. യെസ്, അടുത്തത് മണി ദാറ്റ് ഇസ് പെയ്ഡ് ഇൻ ഓർഡർ ടു ഫ്രീ സമ്മൺ ഹു ഹാസ് ബീൻ ക്യാപ്ചേർഡ് ഓർ കിഡ്നാപ്ഡ്. അപ്പോൾ ഒരാളെ തടങ്കലിൽ കരുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ, അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഒരാളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന തുക, അതിന് മലയാളത്തിൽ എന്താ നമ്മൾ പറയാ? മോചനദ്രവ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മോചനദ്രവ്യം, അതാണ് അതിന്റെ മലയാളത്തിലെ വേർഡ്. അങ്ങനെയാണ് അതിന് ഇംഗ്ലീഷിൽ പഠിക്കാനും ഒരു ട്രിക്കൊക്കെ ഉണ്ട്. എന്താണ് ആ വേർഡ് എന്ന് ആദ്യം കേട്ടോളൂ. എന്താണ് ആ വേർഡ്? റാൻസം എന്നുള്ളതാണ് ആ വേർഡ്. എന്താണ്? റാൻസം. ഒന്നുകൂടെ പറഞ്ഞേ, റാൻസം കേട്ടോ, റാൻസം. അപ്പൊ ഈ ഒരു സിനിമ ഏതാ സിനിമ? യെസ്, ഈ ഒരു ജസ്റ്റ് ഒരു ഇമേജ് കിട്ടിയാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കത്തു. ഏതാ? റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ള പടമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സിനിമയിലുണ്ട് കുട്ടീനെ തട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് ചോദിക്കുന്നത്? ഇത്ര പൈസ തന്നാലേ വിട്ടു തരുള്ളൂ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ റാംജി റാവു എന്ന് ഓർത്താലും കിട്ടുമെന്ന്, റാംജി റാവു റാൻസം എന്ന് കിട്ടൂലേ. രണ്ടിലും റാ തന്നെയല്ലേ അല്ലേ, റാ വെച്ചിട്ട് തന്നെയാണ് യൂഷ്വലി സൗണ്ട്, റാ എന്നുള്ള സൗണ്ട് തന്നെയാണ്. അപ്പൊ റാംജി റാവു റാൻസം എന്ന് കിട്ടും. അപ്പൊ ആ സിനിമയായിട്ടും ബന്ധപ്പെടുത്തി വെക്കാം. എന്താണ് ആ വേർഡ്? മോചനദ്രവ്യം എന്താ? റാൻസം ആണ്. റാൻസം, റാംജി റാവു എന്ന് ഓർത്ത് വെച്ച സെറ്റ്. മൂവിങ് ഓൺ. അടുത്ത വേർഡ് എന്താ? ദ ആക്ട് ഓഫ് കില്ലിങ് സമ്മൺ ഹു ഇസ് വെരി ഇൽ. വയ്യാത്ത ഒരാളെ കൊല്ലുക എന്നുള്ളത് അല്ലേ. അല്ലെങ്കിലോ വയ്യാത്തത്, അല്ലെങ്കിൽ വെരി ഓൾഡ് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ, സോ ദാറ്റ് ദേ ഡു നോട്ട് സഫർ എനിമോർ. അതായത് കിടന്ന് അനുഭവിക്കേണ്ടി വരില്ല. അതായത് കിടപ്പിലായിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചിനി ലൈഫിലേക്ക്, സാധാരണ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നറിയുന്ന ആൾക്കാർ, അങ്ങനെ എഴുതി തള്ളിയിട്ടുള്ള ആൾക്കാർ അല്ലേ, അവർക്ക് മരണം എന്നുള്ളത് എന്തായിരിക്കും? കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം കിടന്ന് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അവരെ നമ്മൾ മേഴ്സി കില്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. മേഴ്സി കില്ലിംഗ് എന്നൊക്കെ ജനറലി പറയാ, പക്ഷെ അതിന് കൃത്യമായിട്ട് കിടിലനായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. ആ വേർഡ് എന്താ? ആ വേർഡാണ് നമ്മൾ പഠിക്കുന്നത്. യൂത്തനേഷ്യ എന്നുള്ളതാണ്. പലതവണ നമ്മളോട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്താ വേർഡ്? യൂത്തനേഷ്യ. പറഞ്ഞേ, യൂതനേഷ്യ കേട്ടോ. യൂതനേഷ്യ എന്നുള്ള വേർഡാണ്. ഏത് സിനിമയാ ഓർക്കണ്ടേ? നമ്മുടെ CID മൂസ. ഇഷ്ടമുള്ള പടമല്ലേ നിങ്ങൾക്കൊക്കെ അല്ലേ? നമ്മൾ കുറെ പൊട്ടിച്ചിരിച്ചിട്ടുള്ള ഒരു പടമാണ്, എൻജോയ് ചെയ്തിട്ടുള്ള പടമാണ്. ഇപ്പോഴും വലിയൊരു ഫാൻ ബേസ് ഒക്കെ ഉള്ള പടം അല്ലേ.
അപ്പൊ അതിനകത്തുണ്ട് പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്ന ആളൊക്കെ ഉണ്ടല്ലേ, പീതാംബരൻ സാറേ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്തല്ലേ അല്ലേ. അപ്പൊ ആ ഒരു സാറ് ഒരു ഓർഡറുമായിട്ട് വരുന്നുണ്ട്. എന്തിന്? മേഴ്സി കില്ലിങ്ങിനുള്ള ഓർഡർ ആയിട്ട് വരുന്നുണ്ട്, ആ പട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്കറിയാം ആ സീനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലതവണ. അപ്പൊ എന്തിന്റെ ഓർഡറാ? മേഴ്സി കില്ലിങ് അല്ലെങ്കിൽ യൂത്തനേഷ്യക്കുള്ള ഓർഡറാണ് അയാൾ കൊണ്ടുവരുന്നത്, പട്ടീനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് പട്ടീനോട് അല്ലേ. അപ്പൊ യൂത്തനേഷ്യക്കുള്ള ഓർഡറാണ് അയാൾ കൊണ്ടുവരുന്നത്. ആര്? നമ്മുടെ സാറ്, ജഗതിയുടെ കഥാപാത്രമായിട്ടുള്ള പീതാംബരൻ സാറ്. സെറ്റ്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചുകൂടെ? യൂത്തനേഷ്യ എന്നുള്ളത് എന്താ? മേഴ്സി കില്ലിംഗ് എന്നുള്ളതാണ് കേട്ടോ. സെറ്റാണ്. മുമ്പോട്ട് പോവാ. യെസ്, എ മാൻ ബിഹേവിംഗ് മോർ ലൈക്ക് എ വുമൻ ദാൻ ആസ് എ മാൻ. എങ്ങനെ? എ മാൻ ബിഹേവിംഗ് മോർ ലൈക്ക് എ വുമൻ ദാൻ ആസ് എ മാൻ. അതായത് പുരുഷൻ ഒരു സ്ത്രീനെ പോലെയാണ് പെരുമാറുന്നത് കേട്ടോ. സ്ത്രീനെ പോലെ പെരുമാറുന്നത്, ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് സ്ത്രീയോട് ഭയങ്കര സാമ്യത ഉള്ളതാണെങ്കിൽ, സ്ത്രീയെ പോലെയാണെങ്കിൽ എന്ത് വിളിക്കണം അയാളെ? അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? എഫെമിനറ്റ്. എടാ വേർഡിൽ തന്നെ ഉണ്ടെന്ത്? ഫെമിനൻ. നിങ്ങൾ കേട്ടില്ലേ? ഫെമിനൻ. അതായത് സ്ത്രീ സംബന്ധമായിട്ടുള്ള എന്നുള്ള രീതിയിൽ ഫീമെയിൽ എന്ന് ഓർത്ത് വെക്കാം, ഫീമെയിൽ എന്ന് ഓർത്ത് വെക്കാം. ആ വേർഡ് അതിൻ്റെ അതിലെ റൂട്ട് വേർഡ് ഫെമിനൻ എന്നുള്ളത് അല്ലേ. അപ്പൊ എഫെമിനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീയെ പോലെ പെരുമാറുന്ന എന്നുള്ളതാണ്. സ്ത്രീയെ പോലെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന, ജസ്റ്റേഴ്സ് ത്രൂ അല്ലെങ്കിൽ ക്യാരക്ടർ ത്രൂ ഒക്കെ സ്ത്രീയോട് സാമ്യതയുള്ള പുരുഷനെയാണ് നമ്മൾ എന്ത് പറയാ? എഫെമിനറ്റ് ആയിട്ടുള്ള ആളെന്ന് പറയാം. അങ്ങനെയുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ. ഏതാ സിനിമ? ചാന്ത് പൊട്ടിലെ രാധ എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ, ദിലീപ് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. യെസ്, നമ്മളൊന്നും മറന്നു പോയിട്ടില്ല. അപ്പൊ എഫെമിനറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് രാധ എന്ന് പറയുന്ന ചാന്ത് പൊട്ടിലെ ആ ഒരു ക്യാരക്ടർ. സെറ്റാണേ. അപ്പൊ എന്താണ്? എഫെമിനറ്റ് എന്നുള്ളതാണ് ആ വേർഡ്. എന്തിനുള്ള വേർഡ്? ആ സ്ത്രീയെ പോലെ പെരുമാറുന്ന പുരുഷൻ. സെറ്റാണ്. മുമ്പോട്ട് പോവാം. വൺ ഹൂ നോസ് എവറിത്തിങ്. ചില ആൾക്കാരെ കൊണ്ട് നമ്മൾ പറയാറില്ല, ചില നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അല്ലാത്തവരെ കുറിച്ചൊക്കെ, റിലേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കസിൻസിനെ കുറിച്ച്. അവൻ എന്ത് ചോദിച്ചാലും അറിയാം, അവൻ എല്ലാത്തിനെ കുറിച്ചും നല്ല കാഴ്ചപ്പാടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, ഒന്നും അറിയില്ല എന്ന് പറയാറില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എന്താ വിളിക്കുക? അങ്ങനെ എന്താ പറയാ? അങ്ങനെയുള്ള ഒരാളെ, അങ്ങനെയുള്ള ആളെയാണ് എന്ത് വിളിക്കുന്നത്? ഒംനിസിയന്റ്. എന്താണ്? ഒംനിസിയന്റ് എന്നാണ് പറയുന്നത്. ഒംനിസിയന്റ് കേട്ടോ, ഒംനിസിയന്റ്. അതെങ്ങനെ ഓർത്ത് വെക്കാടാ? രണ്ട് ചിത്രം കിട്ടിയ സെറ്റ്, ഒമ്നിയും ഉണ്ട് സയന്റിസ്റ്റും. ഒമ്നിയിൽ പോകുന്ന സയന്റിസ്റ്റിനെ ഓർത്തല്ലേ. ഒമ്നി എന്ന് പറയുന്ന വാൻ നമുക്കറിയാം കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കാർ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത്, അങ്ങനെയാണല്ലേ സിനിമകളിലൊക്കെ. യെസ്. അപ്പൊ ഒമ്നിയിൽ സയന്റിസ്റ്റ് ട്രാവൽ ചെയ്യുന്നതായിട്ട് ഓർത്താൽ കിട്ടിയെന്ത്? ഒംനിസിയന്റ് എന്നുള്ളത് കേട്ടോ. ഒംനിസിയന്റ് ആണെന്ത്? വൺ ഹൂ നോസ് എവറിത്തിങ്. വൺ ഹൂ നോസ് എവറിത്തിങ്, ഒംനിസിയന്റ്. കിട്ടുമല്ലോ, കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഒമ്നിയിലെ സയന്റിസ്റ്റ് കേട്ടോ, ഒമ്നിയിൽ പോകുന്ന സയന്റിസ്റ്റ്. ഓക്കെ, മൂവിങ് ഓൺ. ഫേമസ് ഓർ വെൽ നോൺ ഫോർ എ നെഗറ്റീവ് റീസൺ. എന്താണ്? ഫേമസ് ഓർ വെൽ നോൺ ഫോർ എ നെഗറ്റീവ് റീസൺ. അതായത് കുപ്രശസ്തനായിട്ടുള്ള എന്നാണ് അർത്ഥം. കുപ്രശസ്തനായിട്ടുള്ള, നല്ല പ്രശസ്തിയല്ല, മോശം പ്രശസ്തിയാണ്, ബാഡ് അല്ലെങ്കിൽ ഇൽ റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്നതാണ്. യെസ്. അങ്ങനെയുള്ളതിന് ഒറ്റൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് വേർഡ് ഉണ്ട്. എന്താണ്? നൊട്ടോറിയസ് എന്നുള്ളതാണ് മക്കളെ. എന്താണ്? നൊട്ടോറിയസ് ആണ് നമ്മളോട് എക്സാംസിന് ചോദിക്കുന്ന വേർഡ്. യെസ്. അപ്പൊ എന്താണ്? നൊട്ടോറിയസ് ആണ്, കുപ്രശസ്തനായിട്ടുള്ള. അതിന് വേറെയും വേർഡ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഇതെന്താ വായിക്കുക? ഫേമസ് എന്നുള്ള വേർഡിന്റെ കൂടെ ഒരു പ്രിഫിക്സ് ആയിട്ടുള്ള ഇന്ന് ചേർത്തുള്ള ഒരു വേർഡാ. അതെന്താ വായിക്കണ്ടേ? ഇൻഫേമസ് എന്നല്ല, ഇൻഫമസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. എന്താണ്? ഇൻഫമസ്. ഇൻഫേമസ് എന്നല്ല കേട്ടോ വായിക്കുക. സംഭവം ഫേമസ് എന്നുള്ള വേർഡിന്റെ കൂടെ ഇൻ എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്താണെങ്കിലും വായിക്കുന്നത് ഇൻഫമസ് എന്നാണ്. അതും പറ്റും, അങ്ങനെ ഒരു വേർഡ് ഉണ്ട്. അപ്പൊ രണ്ടും കുപ്രശസ്തനായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആരെ? സുകുമാരക്കുറുപ്പ് അല്ലേ. ദുൽഖർ സൽമാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയ സിനിമയിൽ, കുറുപ്പ് എന്ന് പറയുന്ന സിനിമയിൽ അല്ലേ. റീസെന്റ് ആയതുകൊണ്ട് അതൊന്നും ആരും മറന്നു പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ കുറുപ്പ് നമ്മൾ ഓർക്കണം. സുകുമാരക്കുറുപ്പ് എന്താണ്? നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പോഴും കിട്ടിയിട്ടില്ല. വൺ ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് ഫ്യൂജിറ്റീവ്സ് ഇൻ ദിസ് വേൾഡ് ആണെന്ത്? നമ്മുടെ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത്. സെറ്റാണേ. മുമ്പോട്ട് പോവാ. അപ്പൊ സുകുമാരക്കുറുപ്പ് നൊട്ടോറിയസ് ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ എ പേഴ്സൺ ഹൂ സെൽസ് ആൻഡ് അറേഞ്ചസ് കട്ട് ഫ്ലവേഴ്സ്. കട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് പരിപാലിച്ചെടുത്തുകൊണ്ട് വരുന്ന പൂക്കളെയൊക്കെ എന്ത് ചെയ്യും? ബൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ആള്. യെസ്. അങ്ങനെയുള്ള ആളെ എന്താ വിളിക്കേണ്ടത്? പൂക്കളെയൊക്കെ വിൽക്കുന്ന, ലൈക്ക് മുറിച്ചെടുത്ത് അത് നന്നായിട്ട് ഒരുക്കിയിട്ട് വിൽക്കുന്ന ആള്. അയാൾ എന്താ വിളിക്കുക? അയാളെ വിളിക്കേണ്ടതാണ് എന്ത്? ഫ്ലോറിസ്റ്റ്. ഇതാണ് ഫ്ലോറിസ്റ്റ്. അവിടെ കിട്ടുമല്ലോ സുഖമായിട്ട്. ഫ്ലവർ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ ഫ്ലോറിസ്റ്റ് എന്ന് പോകുന്നത്. FLOW തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. FLO അല്ലേ? സത്യമല്ലേ? കറക്റ്റ് അല്ലേ? FLO, ഫ്ലവർ, ഫ്ലോറിസ്റ്റ്. കിട്ടുമല്ലോ, ഒരു കണക്ഷൻ ഉണ്ട്. പറയുമ്പോൾ തന്നെ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. കൺഫ്യൂഷൻ വരാൻ ഒരു ചാൻസും ഇല്ല അവിടെ. അപ്പൊ സ്റ്റാൻഡേർഡ് വേർഡാണ് ആർക്ക്?
പൂവൊക്കെ വെട്ടി ഒതുക്കി ബൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ടൊക്കെ വിൽക്കുന്ന ആൾക്കാർ കേട്ടോ, അയാളാണ് ഫ്ലോറിസ്റ്റ് എന്ന് പറയുന്നത്. ഉത്തമ ഉദാഹരണമാണ് ആര്? നമ്മുടെ മീര ജാസ്മിന്റെ കമല എന്ന് പറയുന്ന ക്യാരക്ടർ. ഏത് സിനിമ? നമ്മുടെ സ്വപ്നക്കൂടിലെ ഇഷ്ടപ്പെട്ട പടമല്ലേ? അപ്പൊ സ്വപ്നക്കൂടിലെ കമലനെ ഓർത്താൽ മതി, ഏത് കിട്ടും? ഫ്ലോറിസ്റ്റ് കിട്ടും. സെറ്റാണേ, മുമ്പോട്ട് പോവാണ്. ഫ്ലോറിസ്റ്റും കിട്ടി, പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. പൂക്കള് വിൽക്കുന്ന ആളാണ്, വെട്ടി ഒതുക്കി നീറ്റാക്കി അടിപൊളിയാക്കിയിട്ട് വിൽക്കുന്ന ആളാണ് ഫ്ലോറിസ്റ്റ്. ശരി, സംവൺ ഹു വാക്സ് അബൌട്ട് ഇൻ സ്ലീപ്പ്, ഉറക്കത്ത് നടക്കുന്ന ആള്. പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അല്ലേ, പല ടൈപ്സ് ഉണ്ട്. എങ്ങനെയൊക്കെയാ ഉള്ളത്? ഉറക്കത്ത് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ, ഉറക്കത്ത് സംസാരിക്കുന്നവരുണ്ട്, ഉറക്കത്ത് എണീറ്റ് നടക്കുന്നവരൊക്കെ ഉണ്ട്. ഉറക്കത്ത് എണീറ്റ് നടക്കുന്ന ഒരാളുടെ ഒരു പടം ഉണ്ടല്ലോ, ഏതാ പടം? യെസ്, സ്വപ്ന ലോകത്ത് ബാലഭാസ്കരൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. അതിനകത്ത് ജയറാമിന്റെ ക്യാരക്ടർ ഓർത്താലും മതി. അങ്ങനെയുള്ള ആളെ എന്താ വിളിക്കേണ്ടത്? ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? സോംനാംബുലിസ്റ്റ് എന്നുള്ളതാണ് ആ പേര്. എന്താണ്? സോംനാംബുലിസ്റ്റ് എന്നുള്ളതാണ്. സോംനാംബുലിസ്റ്റ് കിട്ടുമല്ലോ. എങ്ങനെ കിട്ടും? എങ്ങനെ ഓർത്ത് വെക്കാം? ഇതാരാടാ? നമ്മുടെ സ്വന്തം നടനായിട്ടുള്ള, യെസ്, നമ്മൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്തൊരു നടനാണ്. ആരാ? സോമൻ എന്ന് പറയുന്ന അല്ലേ, നമുക്ക് അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു നടനാണ് മലയാളത്തിലെ. അപ്പൊ സോമനെയും ഓർക്കണം നിങ്ങള്, ആംബുലൻസിനെയും ഓർക്കണം. ഓക്കെ, സോമനെയും ആംബുലൻസും ഓർത്ത സംഗതി സെറ്റാണ്. സോംനാംബുലിസ്റ്റ് കേട്ടോ. എന്താണ്? സോംനാംബുലിസ്റ്റ്. എന്തൊക്കെയാ ഓർക്കുക? സോമനെയും ആംബുലൻസും ഓർത്താൽ സെറ്റാണ്. സോംനാംബുലിസ്റ്റ് കേട്ടോ, സെറ്റാണ്. മുമ്പോട്ട് പോവാണ്. വൺ ഹു ഈറ്റ്സ് ടു മച്ച്. ചില ആൾക്കാരെ നിങ്ങൾ കളിയാക്കാറില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ, ചിലപ്പോൾ അത് നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടോ ആരോ ആവാം. നന്നായിട്ട് ഭക്ഷണം വാരി വലിച്ച് തിന്നുന്ന ആളല്ലേ അല്ലേ, നമ്മൾ കളിയാക്കാറുണ്ട് പലപ്പോഴും അവരെയൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എന്താ വിളിക്കേണ്ടത് നമ്മൾ ഇംഗ്ലീഷിൽ? യെസ്, അങ്ങനെയുള്ള ഒരാൾ എന്തായിരിക്കും? യെസ്, അങ്ങനെയുള്ള ആളാണിത് ഗ്ലട്ടൺ എന്നുള്ളത്. എടാ വേണം ഇങ്ങനെയും ഓർത്ത് വെക്കാം, ഗ്ലട്ടൺ. മട്ടൺ നന്നായിട്ട് കഴിക്കുന്ന ആളെന്ന് ഓർത്താലും മതി. എന്തോർത്താൽ മതി? മട്ടൺ നന്നായിട്ട് കഴിക്കുന്ന ആളാണ് ആര്? ഗ്ലട്ടൺ. അങ്ങനെ ഓർത്താലും മതി. കോഡായിട്ടാണ് പറഞ്ഞിരുന്നത്. മട്ടൺ കഴിക്കുന്ന ആള് എന്നല്ല, ഭക്ഷണം നന്നായിട്ട് വാരിക്കോരി തിന്നുന്ന ആള് എന്നുള്ള അർത്ഥമാണ് എന്തിന്? ഗ്ലട്ടൺ എന്നുള്ള വേർഡിന്. ഓക്കെ, അപ്പൊ മട്ടൺ നന്നായിട്ട് കഴിക്കുന്ന ആള് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സെറ്റാണേ. ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഏതാ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്ടിലെ ജോസ് അല്ലേ. ജോസിനെയും കൊണ്ട് നമ്മുടെ ദിലീപിന്റെ ക്യാരക്ടർ കുടുങ്ങുകയാണ് അതിൻ്റെ അകത്ത്. എന്ത്? എവിടെ പോയാലും നന്നായിട്ട് വാരി വലിച്ച് മൂക്കറ്റം തിന്നാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, അത്രയും തിന്നും അല്ലേ. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെയും കൊണ്ട് എന്താണ് പെടുന്നുണ്ട്, പെട്ടുപോകുന്ന അവസ്ഥയുണ്ട് ദിലീപിന്റെ ഒരു ക്യാരക്ടറിന് അതിൻ്റെ അകത്ത്, ജോസിനെയും കൊണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. സെറ്റ്. അപ്പൊ ബിജു മേനോൻ ഇൻ ഏത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ അയാൾ എന്താ അതിൻ്റെ അകത്ത്? ഗ്ലട്ടണാണ്. ഗ്ലട്ടണാണ്, മട്ടൺ കഴിക്കുന്ന ആളാണ് നന്നായിട്ട് എന്ന് ഓർത്ത് വെക്കാം. സെറ്റാണ്. മുമ്പോട്ട് പോകണം. എ പേഴ്സൺ ഹു ടോക്സ് ടു മച്ച് ഓഫ് ഹിംസെൽഫ് ഓർ എ പേഴ്സൺ ഹു ഓൾവേസ് പ്രൈസസ് ഓഫ് ഹിംസെൽഫ്, അങ്ങനെയും പറയാം. എന്താണ്? അതായത് സ്വയം SP അടിക്കുക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. എന്താ പറയാ? SP അടിക്കുക അല്ലെ, സെൽഫായിട്ട് ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ബോസ്റ്റിംഗ് എന്നും പറയും അതിനെ, ബോസ്റ്റിംഗ് എന്നും പറയും. യെസ്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ അതിർത്തിയിലായിരുന്നപ്പോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഒരു കോമഡി പരമ്പരയിൽ വന്നിട്ടുള്ള ഒരാളുണ്ട്. ആരാ? നമ്മുടെ ഹരീഷ് കണാരന്റെ. ഹരീഷ് കണാരൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ത്? ജാലിയൻ കണാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഹരീഷ്, ഇപ്പോഴത്തെ സിനിമാ നടനായിട്ടുള്ള ഹരീഷ് കണാരൻ ചെയ്തിട്ടുള്ള ജാലിയൻ കണാരനെ ഓർത്താൽ മതി. അയാൾ വൻ തള്ളല്ലേടാ, അയാൾ ഭയങ്കര രീതിയിൽ തള്ളിയ ആളാണ്. അതിൻ്റെ അത് ആ ഒരു കോമഡി പരമ്പരയിൽ വന്നിട്ട് വലിയ രീതിയിൽ അതിർത്തിയിലായിരുന്നപ്പോ, അല്ലെങ്കിൽ പണ്ട് എനിക്ക് പ്രധാനമന്ത്രിയാവാൻ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് വലിയ രീതിയിൽ തള്ളാണ്. അപ്പൊ അയാൾ വായ തുറന്നാൽ എന്തേ പറയുള്ളൂ? ഞാൻ അങ്ങനെയാ, ഞാൻ അങ്ങനെ ആയിരുന്നു, ഒരിക്കലും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളാ. വായ തുറന്നാൽ ഞാൻ എന്നേ പറയുള്ളൂ അല്ലേ. ഈ ഞാൻ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്ന സാധനമാണ് ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈഗോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഈഗോന്റെ കൂടെ ഒരു ടെസ്റ്റ് ചേർത്താൽ മതി. സ്വയം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. സെറ്റാണ്. മുമ്പോട്ട് പോവുക. ആ ഒരു കാര്യവും കിട്ടി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്രയും നേരം പഠിച്ച 5-10 മിനിറ്റ് കൊണ്ട് പഠിച്ച കാര്യങ്ങൾ യെസ് വെറും വീണ്ടും ഒരു 5 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാമെന്ന് നോക്കാം. കിട്ടുന്നില്ലേ എന്ന് നോക്കി നോക്കാം. യെസ്, എ മാൻ ബിഹേവിംഗ് മോർ ലൈക്ക് എ വുമൻ ദാൻ എസ് എ മാൻ. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം ചോദിക്കുക എക്സാമിന്. അപ്പൊ കിട്ടുന്നില്ലേ നോക്കിയേ, ഓർത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കിയേ. എ മാൻ ബിഹേവിംഗ് മോർ ലൈക്ക് എ വുമൻ ദാൻ ആസ് എ മാൻ. എന്താ വിളിക്കേണ്ടത് അയാളെ? എന്താ വിളിക്കേണ്ടത്? നമ്മുടെ ആരാ? ആ ദിലീപിനെ ഓർത്താൽ മതി. ദിലീപ് എന്താണ്? എഫെമിനറ്റ് ആണ് അല്ലേ. എന്താണ്? എഫെമിനറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. കാരണം എന്താ? ആ പുരുഷനാണെങ്കിലും സ്ത്രീയോട് രൂപസാമ്യത അല്ലെങ്കിൽ എങ്ങനെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ ജസ്റ്റേഴ്സ് ഒക്കെ സ്ത്രീയോട് സാമ്യത ഉള്ള അങ്ങനത്തെ ഒരാളെയാണ് എന്ത് വിളിക്കുക? എഫെമിനറ്റ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ. ദെൻ ഇവിടെ ഒരു വേർഡ് ഉണ്ട്. എന്താ അത്? ആൻഡ്രോജിനസ്. ആൻഡ്രോജിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ്രോജിനസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി മെയിൽ പാർട്ട്ലി ഫീമെയിൽ എന്നുള്ളതാണ് കേട്ടോ. പാർട്ട്ലി മെയിലും പാർട്ട്ലി ഫീമെയിലും ആണ് ആൻഡ്രോജിനസ് എന്നുള്ളത്. മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുരുഷ സംബന്ധിച്ച
പൗരുഷമുള്ള പുരുഷനെ സംബന്ധിച്ചാന്നൊക്കെയാണ് മാസ്കുലിൻ എന്നുള്ള അർത്ഥം വരിക കേട്ടോ. ട്രാൻസ്ജെൻഡർ നമുക്ക് അറിയാം, ജെൻഡർ മാറ്റിയിട്ടുള്ള ആളാണ്. ഓക്കെ, സെറ്റാണേ. വൺ ഹൂ ഈറ്റ്സ് ടു മച്ച്. ആരായിരുന്നു? ജോസിനെ ഓർത്താൽ മതി. ജോസ് എന്താ തിന്നെ നന്നായിട്ട്? ഭക്ഷണം. മട്ടൺ കഴിക്കുന്ന ആള് ഗ്ലട്ടൺ. ഓർത്തല്ലോ, കിട്ടിയല്ലോ, മനസ്സിലേക്ക് വന്നല്ലോ, സെറ്റാണ്. ഇനി ഗുവോമേ എന്നൊരു വേർഡ് ഉണ്ട്. ഇതിനെ ചിലർ ഗോർമെറ്റ് എന്നൊക്കെ പഠിച്ചു കളയും. ഗോർമെറ്റ് നല്ല എൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഗുവോമേ എന്നാണ്. ഗുവോമേ എന്ന് പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിലെ വിദഗ്ധൻ, ലൈക്ക് അഭിപ്രായം പറയുന്ന, ഭക്ഷണത്തിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ആളാണ് ആര്? ഗുവോമേ എന്ന് പറയുന്നത്. ഭക്ഷണത്തിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ആള്. ഓക്കെ, കാർണിവോർ ആരാ? കാർണിവോറും ഹെർബിവോറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ അല്ലേ? കാർണിവോർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളെയാണ് കാർണിവോർ എന്ന് പറയാ. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ യെസ് എന്താണ്? പച്ചക്കറി മാത്രം കഴിക്കുന്ന സസ്യബുക്കായിട്ടുള്ള ആണെന്ത്? ഹെർബിവോർ എന്ന് പറയുന്നത്. ഓക്കെ, ഹെർബിവോർ സസ്യബുക്കും കാർണിവോർ മാംസബുക്കുമാണേ. ദെൻ ഫേമസ് ഓർ വെൽ നോൺ ഫോർ എ നെഗറ്റീവ് റീസൺ. കുപ്രശസ്തൻ. നമ്മൾ ആരെ ഓർക്കണപ്പോ? നമ്മുടെ സുകുമാരക്കുറുപ്പിനെ ഓർത്താൽ മതി. സുകുമാരക്കുറുപ്പ് എന്താണ് ഞാൻ പറയുന്നത്? നൊട്ടോറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫമസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ആണല്ലേ? ഇൻഫമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യെസ്, ബാക്കി എല്ലാ വേർഡ്സും എന്താ? നല്ല പ്രശസ്തിയാണ്. റിനൗണ്ട്, സെലിബ്രേറ്റഡ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രശസ്തനായിട്ടുള്ള എന്ന് മാത്രമാണ്. പക്ഷെ ഇവിടെ എന്താ വേണ്ടത്? നമുക്ക് കുപ്രശസ്തനായിട്ടുള്ളതാണ് വേണ്ടത്. സംവൺ ഹു വാക്സ് അബൌട്ട് ഇൻ സ്ലീപ്പ്. ഉറക്കത്ത് നടക്കുന്ന ആള്. എന്താ ഉറക്കം പറഞ്ഞാൽ? നമ്മുടെ നടൻ സോമനെ ഓർക്കണം. സോമൻ ആംബുലൻസിലാണ് അല്ലെ? ആംബുലൻസിൽ പോകുന്ന സോമനെ ഓർത്താലും മതി അല്ലെ? സോമനെ ആംബുലൻസിന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോംനാംബുലിസ്റ്റ് ആണെന്ത്? സംവൺ ഹു വാക്സ് അബൌട്ട് ഇൻ സ്ലീപ്പ് കേട്ടോ. ഓക്കെ, ഇൻസോംനിയാക്കാരാണ്. ഇൻസോംനിയാക്ക് ഉറക്കം കിട്ടാത്ത ആളാട്ടോ. ഉറക്കം കിട്ടാത്ത ആളാണ് ആര്? യെസ്, ഇൻസോംനിയാക്ക് എന്ന് പറയുന്നത് ഉറക്കം കിട്ടാത്ത ആളാണ്. ദെൻ സോംനലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം തൂങ്ങിയിട്ടുള്ള ആള്. എന്താണ്? ഉറക്കം തൂങ്ങിയിട്ടുള്ള ആള്. ഇനി സോംനലോക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്ക് എന്ന് പറയുന്ന വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ലോക്ക്, ടോക്ക് എന്നുള്ളതാണ്. സംസാരവുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡാണ് എന്ത്? ലോക്ക് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ലൊക്കേഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ ടോക്കറ്റീവ് എന്നുള്ള അർത്ഥമാണ് വരിക. ശരി, അപ്പോൾ സോംനലോക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കത്ത് സംസാരിക്കുന്ന ആള്. ഉറക്കത്ത് സംസാരിക്കുന്ന ആളാണ് സോംനലോക്കിസ്റ്റ്. സോംനലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം തൂങ്ങിയ എന്നാണ് അർത്ഥം. യെസ്, ഇൻസോംനിയാക്ക് എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാത്ത ആള് കേട്ടോ. എനിക്ക് ഇൻസോംനിയ ആണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഉറക്കം ഇല്ലാത്ത ആളാണ് അങ്ങനെ പറയാം. ശരി, അങ്ങനെയാണ്. അതും സെറ്റാണേ. A person who talks too much of himself or a person who always boasts about his own achievements. ജാലിയൻ കണാരനെ ഓർത്താൽ മതി. എന്താണ് ഞാൻ പറഞ്ഞത്? ജാലിയൻ കണാരൻ ഈഗോ, ഞാൻ എന്നുള്ള വിചാരമാണ്. ഈഗോട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു വിചാരമായിരിക്കും അല്ലേ? ഞാൻ എന്നുള്ളത് എന്തായിരിക്കും? എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അയാളെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ അയാളെ കുറിച്ച് മാത്രമായിരിക്കും. അപ്പോൾ അത് സെറ്റാണ്. ഈ എക്സ്ട്രോവേർട്ടൊക്കെ നമുക്കറിയാം, നല്ല ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരാളാണത് അല്ലേ? ഭയങ്കരമായിട്ട് ആൾക്കാരടുത്ത് സംസാരിക്കുന്ന, ലൈക്ക് ഒളിപ്പിച്ചു വെക്കാത്ത അധികം അങ്ങനെയുള്ള ഒരാളാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. യെസ്, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ആരാ? അധികം സംസാരിക്കാത്ത ആള്, തന്നിലേക്ക് മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരാളാണ് ഇൻട്രോവേർട്ട്. ആൾട്രൂയിസ്റ്റ് എന്താ? ആൾട്രൂയിസ്റ്റ് നമ്മളോട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷകൾക്ക്. ആൾട്രൂയിസ്റ്റ് എന്താടാ? ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആൾക്കാർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ആളില്ലേ? ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ, അയാളാണ് ആൾട്രൂയിസ്റ്റ് കേട്ടോ. സെറ്റാണ് ഇതൊക്കെ. A person who helps another commit a crime. ആരാന്നാ ഞാൻ പറഞ്ഞത്? രംഗനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാടാ? നമ്മുടെ അംബാനാണ് അല്ലേ? അംബാൻ നമ്മൾ എന്താ പറയേണ്ടത്? അക്കംപ്ലിസ്. അംബാൻ എന്ന് പറഞ്ഞാൽ രംഗന്റെ കമ്പനിയാ അല്ലേ? അംബാൻ എന്ന് പറഞ്ഞാൽ രംഗന്റെ കമ്പനിയാണ്, നമ്മുടെ കമ്പനിക്കാരൻ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്? അപ്പോ അക്കംപ്ലിസ് അല്ലേ? അക്കമ്പനി എന്നൊക്കെ പറയാറില്ലേ? നമ്മൾ കൂട്ടുപോവാന്നൊക്കെ അല്ലെങ്കിൽ കൂട്ടുകൂടുക എന്നൊക്കെ പറയുന്നത് അല്ലേ? അക്കമ്പനി ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരി, അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ അക്കംപ്ലിസ് ആണ് നമ്മുടെ വേർഡ്. സെറ്റാണ്. മുമ്പോട്ട് പോകണു. ദ ആക്ട് ഓഫ് കില്ലിംഗ് സമ്മൺ ഹൂ ഇസ് വെരി ഇൽ അല്ലേ? ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുഖമില്ലാറുണ്ട് കിടപ്പിലായ രോഗികളെയൊക്കെ മെർസി കില്ല് ചെയ്യുന്നതിന്റെ ടേം എന്താ? യെസ്, ആ ടേം ആണെന്ത്? യൂത്തനേഷ്യ. എന്താണ്? യൂത്തനേഷ്യ. ഓർമ്മ വരുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, ജനസൈഡ് എന്താ? സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് എന്നർത്ഥം. ഇതൊക്കെ എന്താ? കില്ലിംഗ് എന്നാണ്. ജനസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റീനെ തന്നെ, വംശഹത്യ എന്നൊക്കെ പറയുന്നത് കൂട്ടമായിട്ടുള്ള കൊലപാതകമാണ്. ഒരു വംശത്തിനെ തന്നെ കൊല്ലലാണ് കേട്ടോ. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് എന്നേ അർത്ഥമുള്ളൂ. മനുഷ്യനെ കൊല്ലുന്ന പരിപാടിക്ക് സ്റ്റാൻഡേർഡ് പേരിട്ട് വിളിക്കുന്നത് മർഡർ എന്നൊക്കെ ഉള്ളതിന് സ്റ്റാൻഡേർഡ് പേരിട്ട് വിളിക്കുന്നതാണ് എന്ത്? ഹോമിസൈഡ്. ഇനി റെജിസൈഡ് എന്ന് പറഞ്ഞാൽ രാജാവിനെയോ രാജ്ഞിനെയോ കൊല്ലലാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ റൂട്ട് വേർഡ് എടുത്തിട്ട് വീണ്ടും ഒരു ക്ലാസ്സിൽ വന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ റെജിസൈഡ് എന്ന് പറഞ്ഞാൽ രാജാവിനെ അല്ലെങ്കിൽ രാജ്ഞിനെ കൊല്ലലാണ്. ദെൻ മണി ദാറ്റ് ഇസ് പെയ്ഡ് ഇൻ ഓർഡർ ടു ഫ്രീ സമ്മൺ ഹു ഹാസ് ബീൻ ക്യാപ്ചേർഡ് ഓർ കിഡ്നാപ്ഡ് അല്ലേ? തടങ്കലിൽ ഉള്ള ഒരാളെ അല്ലെങ്കിലോ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഒരാളെ
ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞ് വില പേശില്ലേ നമ്മൾ. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ വിട്ടു തരൂ എന്ന് പറയും അല്ലേ. മോചന ദ്രവ്യം എന്നാണ് മലയാളത്തിൽ പറയാൻ. എന്തായിരുന്നുടാ, ഏതായിരുന്നു സിനിമ? റാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു റാൻസം എന്ന് ഞാൻ പറയുന്നുണ്ട്. റാംജി റാവു റാൻസം. സാധനം കിട്ടിയല്ലോ. ബ്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് മക്കളെ. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്. അലിമണി എന്താ? അലിമണി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അലിമണി എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് സെപ്പറേഷൻ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്ന ആ ഒരു സമയത്തില്ലേ, ആ ഒരു സമയത്ത് നമ്മുടെ പാർട്ട്ണറിന്, പങ്കാളിക്ക്, സ്പൗസിന് കൊടുക്കേണ്ട പൈസ അല്ലേ, അവർക്ക് ജീവിച്ച് അവരുടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കും നമ്മൾ. ഓക്കെ, അതിന് ജീവനാംശം എന്നൊക്കെ നമ്മൾ പറയും. ആ സാധനത്തിനെയാണ് അലിമണി എന്ന് പറയുന്നത് കേട്ടോ. അലിമണി എന്ന് പറഞ്ഞാൽ അതാണേ. ഫൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫൈൻ അടയ്ക്കാതെ ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു രീതിയിലായിട്ട് ഫൈനൊക്കെ അടയ്ക്കലുണ്ടാവും എല്ലാവരും. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള വേർഡാണ്. ഓക്കെ, വൺ ഹൂ നോസ് എവറിത്തിങ്. എല്ലാം അറിയുന്ന ആളാരാ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? യെസ്, ഒമ്നിയിൽ പോകുന്ന സയന്റിസ്റ്റിനെ ഓർത്ത സാധനം കിട്ടി. ഒംനിസിയന്റ്, ഒമ്നിയിൽ പോകുന്ന സയന്റിസ്റ്റ് അല്ലേ, കിട്ടിയില്ലേ? സ്കോളർ എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എല്ലാത്തിനെ കുറിച്ച് അറിയും, നല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലേ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗഹനമായിട്ടുള്ള അറിവുള്ള ആളാണ് സ്കോളർ എന്ന് പറയുന്നത് കേട്ടോ. ഓംനിപൊട്ടന്റ്, സർവശക്തനായിട്ടുള്ള എന്നാണ്. എല്ലാ കഴിവുമുള്ള, എല്ലാ എബിലിറ്റിയും ഉള്ളതാണ്. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായിട്ടുള്ള, എല്ലായിടത്തുമുള്ള. ഓംനി പ്രസന്റ് അതാണ്. ഗോഡ് ഇസ് ഓംനി പ്രസന്റ് നമ്മൾ പറയാറില്ലേ? യെസ്, സെറ്റ്. അപ്പോൾ ഒമ്നി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. റൂട്ട് വേർഡ് ഒമ്നി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. എ പേഴ്സൺ ഹൂ സെൽസ് ആൻഡ് അറേഞ്ചസ് കട്ട് ഫ്ലവേഴ്സ്. കട്ട് ഫ്ലവേഴ്സ് ഒക്കെ കട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് ബൊക്കെയൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നത് ആരാ? നമ്മുടെ കമലയാണല്ലേ. കമലേനെ എന്താ വിളിക്കേണ്ടത്? ഞാൻ പറഞ്ഞത് എന്താ? യെസ്, പറഞ്ഞേ. ഫ്ലോറിസ്റ്റ്. ഫ്ലവർ എന്നുള്ള വേർഡിന് കിട്ടുന്നത് ഫ്ലോറിസ്റ്റ് എന്നുള്ളതും. അപ്പൊ സെറ്റ് അല്ലേ? 10 വേർഡ് കറക്റ്റ് ആയിട്ട് ഇനി ഒരിക്കലും തെറ്റിപ്പോവാത്ത രീതിയിൽ മക്കളെ പഠിച്ചില്ലേ നിങ്ങള്? സെറ്റാണ്. ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമല്ലേ? കാണാപ്പാടം പഠിച്ച് കഷ്ടപ്പെടുന്നില്ലല്ലോ നമ്മള്. സെറ്റാണ്. അപ്പൊ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതിക്കോട്ടെ ഞാൻ. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, വീഡിയോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ കേട്ടോ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിടുക നിർബന്ധമായിട്ടും. ഓക്കെ, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു സെഷനും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ തൽക്കാലത്തേക്ക് ഞാനൊരു വിട പറയാണ്. ബൈ.